എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുവൺ എസ്റ്റേറ്റിലാണ്. അപ്പോൾ കൊടുവൺ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പത്തനംതിട്ട വിമാനത്താവളത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ, ആറന്മുളയിലൊക്കെ സമരം നടക്കുകയാണ്. അതായത് വിമാനത്താവളം വേണ്ട എന്ന പേരിൽ, എന്നാൽ വിമാനത്താവളം വേണം എന്നൊരാവശ്യം ഉയരുമ്പോൾ, പത്തനംതിട്ട ജില്ലയിൽ വേണമെന്നൊരാവശ്യം ഉയരുമ്പോൾ ഓടി വരുന്നൊരു പേരാണ് കൊടുവൺ. അപ്പം ഒരുപക്ഷെ ഭാവിയിൽ വിമാനം ഇറങ്ങിയേക്കാവുന്ന കൊടുവൺ എസ്റ്റേറ്റിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നെടുമൺകാവ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റൈറ്റ് കയറിയേക്കുവാണ്. റൈറ്റിന് കുറച്ച് ദൂരം പോയാൽ മതി നമ്മുടെ എസ്റ്റേറ്റിലേക്ക്. ഒരു പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി, നെടുമൺകാവാണ്. അപ്പോൾ ഈ പള്ളി കഴിഞ്ഞിട്ട് ഒരു പള്ളിയാണ്. ആ പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുകയാണ്. റോഡൊക്കെ നല്ല റോഡാണ്, നല്ല നീറ്റ് റോഡാണ്. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കൊടുവൺ എസ്റ്റേറ്റ് എന്നൊരു ബോർഡ് കണ്ടിട്ടുണ്ട്, അല്ലേ, കൊടുവൺ എസ്റ്റേറ്റ്. അപ്പോൾ നമ്മളിനി ഈ റോഡിൽ കൂടെ മുന്നോട്ട് പോവുകയാണേ. അവിടുന്ന് റൈറ്റ് കയറണേ. റൈറ്റ് കയറണേ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് കൈതത്തോട്ടമാണേ. ഒരുപാട് കൈതകളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. കൊടുവൺ എസ്റ്റേറ്റ് ഈ കൈതയുടെയൊക്കെ ഒരു കേന്ദ്രമാണ്. ഇടിയെടുക്കാൻ നന്ദുവിനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. നന്ദു ഒന്ന് ഫ്രീ ആയിരുന്നു, അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ ഇറങ്ങിയത്. ഈ റൂട്ടിൽ വരുവാണെങ്കിൽ പ്രത്യേകത എനിക്ക് തോന്നിയത് മരങ്ങളുള്ള നല്ല തണലുണ്ടല്ലേ. അതെ, അടിപൊളി റോഡാണ്, നല്ല റോഡ്, ചെറിയ റോഡാണ് ഇത് കണ്ടല്ലേ. പക്ഷേ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെയിൽ അത്രയും കൂടി ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാമേ. ഇതെല്ലാം റബ്ബർ തോട്ടങ്ങളാണ്. ഈ റബ്ബർ മാത്രമല്ല, കരിഞ്ചക്കയും റംബൂട്ടാനും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുമായിരുന്നു. അങ്ങനെ കിടക്കുവാണ്. അതിന് കൊടുവൺ എസ്റ്റേറ്റിൽ കൂടിയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് നല്ല ഫീലാണ്. ബൈക്കിലൊന്നും പറയുന്നത് ചോദിച്ചില്ല. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റബ്ബർ മരങ്ങളില്ല, കൈതത്തോട്ടങ്ങളാണ്. ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളെ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയേക്കുവാണ്. ഇവിടെ ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഫുള്ള് കൈതക്കൃഷിയാണ് അല്ലേ. അതെ അതെ. അപ്പോൾ മുകളിൽ കുറച്ച് ചേച്ചിമാരൊക്കെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എല്ലാം ഫെൻസിങ്ങും ഉണ്ട്. ഫെൻസിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഓഫായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ സോളാറിൻ്റെ ചിലപ്പോൾ അടി കിട്ടാതെ മതി. പിന്നെ പണിക്കാരൊക്കെ മുകളിലോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വരുവാണെങ്കിൽ വൈകുന്നേരം രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഒരു വൈബായിരിക്കും അല്ലേ. അതെ, ഒരു ഈവനിങ് സമയത്ത് വരുവാണെങ്കിൽ നല്ല വൈബായിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ഷെഡൊക്കെ ഉണ്ട്, എന്താ പറയുക, ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കാം. അതിന് കുറച്ച് മുന്നോട്ടൂടെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒരു ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞിട്ട് പോകാമെന്നുള്ള കണക്കുകളിൽ ഇറങ്ങിയതാണ്.
എൻ്റെ പിന്നിലായിട്ട് കാണുന്നത് കൈതത്തോട്ടമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുമൺ എസ്റ്റേറ്റിലാണ്. അപ്പോൾ കൊടുമൺ എസ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധയാർഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് തന്നെ പത്തനംതിട്ട വിമാനത്താവളം വരുന്ന സമയങ്ങളിലൊക്കെ വിമാനത്താവള വാർത്തയൊക്കെ വരുമ്പോൾ തന്നെ ആദ്യം വരുന്നൊരു പേരാണ് ആറന്മുള. ആറന്മുള കഴിഞ്ഞാൽ പിന്നെ ചെറുകളി വരും. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കൊടുമൺ എസ്റ്റേറ്റ്. അപ്പോൾ കൊടുമൺ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറന്മുളയിലും ഒക്കെ ആണെങ്കിൽ അവിടെ സമരസമിതിയൊക്കെ ഉണ്ട്. അതായത് വിമാനത്താവളം വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ കൊടുമണ്ണി നേരെ തിരിച്ചാണ്. വിമാനത്താവളം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കടന്നേക്കുവാണ്, തുറന്നിട്ടേക്കുവാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ കൈതയുടെ ഒന്നും ആയിട്ടില്ല, കൃഷിയുടെ ഒന്നും. പിന്നെ ഇവിടെ കൈത മാത്രമല്ല, റബ്ബറുണ്ട്, പിന്നെ എന്താണ് റംബൂട്ടാൻ്റെ കൃഷിയുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ ഈ ഒരു കൊടുമൺ പ്ലാന്റേഷന് പറയാനുണ്ട്. മെയിനായിട്ട് റബ്ബറാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് വന്നു. നല്ല രസമുണ്ട് അല്ലേ? നല്ല രസമുള്ള സ്ഥലമാണ്. ഒരു വൈകുന്നേരമൊക്കെ വന്നിരിക്കാനൊക്കെ വേണമെങ്കിൽ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു കൊടുമൺ എസ്റ്റേറ്റിലെ 1200 ഹെക്ടറിലാണ് ഉള്ളത്. അപ്പോൾ സർക്കാർ ഭൂമി ആയതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കാൻ വിമാനത്താവളം പണിയാനൊന്നും വലിയ പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ PM റോഡ്, മുല്ലൂർ മൂവാറ്റുപുഴ റോഡ്, അതുപോലെ MC റോഡ് അടൂർ ഭാഗത്തൂടെ പോകുന്നുണ്ട്. അപ്പോൾ റോഡുകൾ കണക്ടിവിറ്റിയും നല്ലവരുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പമ്പയിലേക്ക് ഏകദേശം 19 കിലോമീറ്റർ കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ദേ മലനിരകൾ കാണാം, കൈതത്തോട്ടം കാണാം. വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങറ എസ്റ്റേറ്റിലും ഇതുപോലെ വേണമെന്ന് ഒരു ആൾക്കാർ ആവശ്യം ഉയർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചെങ്ങറയെക്കാട്ടിലും അല്പം കൂടെ നല്ലത് കൊടുമണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അടൂര്, കോന്നി ഇല്ലെങ്കിൽ പത്തനംതിട്ട ഒക്കെ അടുത്താണ്. ആറന്മുളയിലെ അത്ര വിഷയം വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും എവിടെയായാലും വരുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാര്യം നമ്മൾ എന്നും ഇങ്ങനെ ഈ പറയുന്നതിൻ്റെ കൂട്ട് എന്താണ് ഈ ഒരു വികസനത്തിൻ്റെ കാര്യം പറയുന്നത് ഗ്രാമപ്രദേശത്തിൻ്റെ ആ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഭാവി വരുന്ന തലമുറയ്ക്ക് ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും നമ്മുടെ ഭാവിയിലെ കുട്ടികൾക്ക് അവർക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു എയർപോർട്ടൊക്കെ ഉള്ളത് നല്ല തന്നെയാണ്. ഇപ്പം നമ്മളതിൻ്റെ അറിയത്തില്ല, ഒരു വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ റോഡുകൾ തന്നെ ശ്രദ്ധിച്ചറിയാം. അന്നത്തെ കാലത്ത് റോഡുകൾ പണിത സമയത്ത് ചെറുതാക്കി പണിതതിൻ്റെയൊക്കെ ആലപ്പുഴ ബൈപ്പാസൊക്കെ പണിത് കണ്ടില്ലേ, അതൊക്കെ പണിത് വെച്ചിട്ട് പിന്നീട് വീതി കൂട്ടേണ്ട വന്നു. ഇപ്പം വീതി കൂട്ടേണ്ട വന്നു വേറെ. അപ്പം അതൊക്കെ മുൻകൂട്ടി കണ്ട് ഇപ്പോഴൊക്കെ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും ട്രെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വരണമെന്ന് എനിക്ക് ഈ ഒരു വിമാനത്താവളത്തിനേക്കാളും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ട്രെയിൻ വരണമെന്നാണ്. ശബരി 2ാം ഘട്ടം അത് നമ്മുടെ അങ്കമാലിയ പാത അല്ലാതെ എൻ്റെ 2ാം ഘട്ടം നമ്മുടെ പുനലൂരുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് നമ്മളുടെ നാട് വിട്ട് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമം നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വിമാനത്താവളം എന്ത് വന്നാലും അതിനെയൊക്കെ കണ്ണടച്ച് എതിർക്കുന്നതിനോട് കൊടുമണ്ണിൻ്റെ കാര്യത്തിൽ എതിർപ്പുകളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആറന്മുള അല്ലെങ്കിൽ കൊടുമൺ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. മലനിരകളും കൈതച്ചക്കകളും, കൈതച്ചക്കയല്ല കൈതക്കൃഷിയും റബ്ബറും തോട്ടമൊക്കെയാണ്. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഒരു ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നേ, ആ ഗേറ്റ് കണ്ടില്ലേ, ആ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ അകത്തോട്ട് കയറി. അവിടെ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പണിക്കാർ അടച്ചിട്ട് പോവാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് പെട്ടു. അപ്പോൾ ഞങ്ങളവിടെ നോക്കിയാണ് വന്ന് ഇറങ്ങി ചാടാൻ പറ്റത്തില്ല അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു അല്ലാതൊക്കെ ആൾക്കാർ ഒരുപാട് വരുന്ന സ്ഥലമാണ്. ചുമ്മാ വൈകുന്നേരമൊക്കെ ഇവിടെ ഒന്നും വെളിയിൽ നിന്ന് ആൾക്കാർ ആദ്യം വരുന്നില്ല. ഇവിടേക്ക് തന്നെ ആൾക്കാർ ഇറങ്ങി അടിച്ച് വൈകിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കൊടുമൺ എസ്റ്റേറ്റ്. ഈ ഒരു കാറ്റ്, ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. എന്തായാലും എല്ലായിടത്തും എതിർപ്പൊക്കെ ഉടനെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ട് ഞങ്ങൾക്കിവിടെ വിമാനത്താവളം എന്ന് പറയുന്ന ആൾക്കാരാണ് കൊടുമണ്ണുള്ളത്. അപ്പോൾ കൊടുമണ്ണ് വിമാനത്താവളം വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മളെന്തായാലും വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം നമുക്ക് ഇറങ്ങി ഈ ഫെൻസിങ് ഉള്ളതുകൊണ്ട് ഉള്ളിലേക്കൊന്നും കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ റോഡിൽ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. നല്ലൊരു വൈബാണ് ഇതിലൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോഴേ ഇതേ ദൂരെയായിട്ട് കണ്ടോ ആ പാറകൾ നിൽക്കുന്നുണ്ടോ? ആ പാറകളും കൈത തോട്ടമാണ്. അതിൻ്റെ നടുവിലായിട്ടൊരൊറ്റ അതിൻ്റെ നടുവിലായിട്ടൊരൊറ്റ മരം, ഒറ്റപ്പെട്ട മരം എന്ന് പറയുന്നത് ഇതിനെയായിരിക്കും. ചെറിയ ചെറിയ പാറകളുണ്ട്, അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ പച്ചപ്പിനിടയ്ക്ക് ഇങ്ങനെ ചെറിയ പാറകൾ.
അടൂരിൻ്റെയും പത്തനംതിട്ടയുടെയൊക്കെ ഇടയ്ക്കായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് അക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ PM റോഡും പിന്നെ MC റോഡും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ MC റോഡ് വഴി നമുക്ക് വേണമെങ്കിൽ NH. അപ്പോൾ കറക്റ്റായിട്ട് ഈ പറയുന്ന ഒരു ജനവാസ മേഖലയിൽ നിന്ന് മാറി ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. സർക്കാരിൻ്റെ ഭൂമിയാണെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ നമ്മളെ കുറച്ചുകൂടെ മുന്നോട്ട് വീണ്ടും റബ്ബറും തോട്ടമാണ്. ഈ അപ്പുറത്തായിട്ട് മറ്റൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് അങ്ങ് കയറാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ചുമ്മാ കറങ്ങി അടിച്ച് ഇവിടേക്ക് അടുത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ വൈകുന്നേരമൊക്കെ വരാവുന്നൊരു സ്ഥലമാണ് ഈ ഒരു പ്ലാന്റേഷൻ്റെ ഭാഗങ്ങൾ. ഇവിടെ ലാറ്റക്സ് ഫാക്ടറിയാണ് കൊടുമൺ. വന്നപ്പോൾ ഇവിടെ ലാറ്റക്സ് ഫാക്ടറി ഉണ്ട്. അവിടെ ഇങ്ങനെ നിർത്തി ഇവിടെ നോക്കിയപ്പോഴും ഇങ്ങനെ കൈതകൾ നട്ടേക്കുന്നതിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. നമ്മൾ ഈ മൂന്നാറി തേയിലത്തോട്ടങ്ങളൊക്കെ കാണത്തില്ലേ, ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ തേയിലയല്ലെന്നേ ഉള്ളൂ. കൈതച്ചക്ക ഇങ്ങനെ നിൽക്കും. ദൂരെ നോക്കുമ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു പച്ചപ്പ് നമുക്ക് ഇച്ചിലൂടെ കറക്റ്റായിട്ട് കിട്ടും. നമ്മളപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നേ. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. കൊള്ളാമല്ലേ? ഇങ്ങനെ കയറ്റം കയറി വന്നിട്ട് താഴേക്ക് റോഡ് വരുന്നവരെ വളഞ്ഞ് നല്ല രസമാണ് ഇതിലെ കൂടെ റൈഡ് ചെയ്യാനല്ലേ? അതെ അതെ. കൈതേ ഇങ്ങനെ നമുക്കൊരു സിക്സാഗ് ഇതില് നട്ടേക്ക് നല്ല രസമുണ്ട് കാണാൻ. ദൂരെ നോക്കുമ്പോൾ നല്ല രസമാണ്. വൈകിട്ടൊക്കെ വണ്ടി ഓടിക്കുന്ന രസം. അതെ, ഈവനിങ് വരുവാണെങ്കിൽ അടിപൊളി. ശരി, എങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം വണ്ടിയുടെ ശബ്ദമൊന്നുമില്ല, പൊല്യൂഷനൊന്നുമില്ല, പുകയില്ല, സമാധാനം ഉണ്ട്. നല്ല സ്ഥലമാണ്. ഒരു ഇവിടൊക്കെ പോകണുണ്ട് തീ സൂക്ഷിക്കാന്ന് പറഞ്ഞു. വണ്ടി പടരാനായി സാധ്യതയുണ്ടല്ലേ? ശരിയാ, പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഏക്കർ കിടക്കുമല്ലേ, ഒരുപാട് സ്ഥലമുണ്ട് ഈ കൊടുവൺ എസ്റ്റേറ്റ്. ഇപ്പൊ ചെറിയൊരു കയറ്റം കയറി നമ്മളിങ്ങനെ മുകളോട്ട് പോവാണ്. അവിടെ നിന്ന് ചെന്നിട്ട് റോഡ് രണ്ടായിട്ട് തിരിയും. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേ അവിടുന്ന് റൈറ്റാണ് കൊടുവണ്ണെന്ന് കാണിച്ചിട്ടുണ്ട്. നോക്കി പാറയുടെ ഒരു വ്യൂ ഉണ്ട്. നമ്മളിങ്ങനെ കറങ്ങി അതിലേക്ക് കൂടെ ആണേ വന്നത്. നല്ല റോഡായിരുന്നു അല്ലേ? അടിപൊളി റോഡായിരുന്നു. എങ്ങനെ കറങ്ങി കാറിന് പോകാനുള്ള വീതി കറക്റ്റ്, ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയുണ്ട്. നല്ല റോഡാണ്. ആ പിന്നെ ഇത് നോക്കിയേ, വ്യൂ നോക്കിയേ, ആഹാ അടിപൊളിയല്ലേ? ഈ പാറകൾ ഇങ്ങനെ കൈതയുടെ ഇടയ്ക്ക് കിടക്കണം, നല്ല ഭംഗിയാണ്. അതെ, ഇതെല്ലാം മഴയൊക്കെ പെയ്ത സമയത്തൊക്കെ ആണെങ്കിൽ അല്ലേ, മഴയൊക്കെ പെയ്ത സമയത്താണ് നല്ല വ്യൂ ആയിരിക്കും ഇവിടെ. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്തായിരുന്നു വരേണ്ടത്. മഞ്ഞും ഇല്ലേ, മഞ്ഞൊക്കെ ഉള്ളപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ വേറൊരു വൈബായിരിക്കും ഇവിടെ. സ്ലോയിലാ പോന്നെ നോക്കിയല്ലേ, ഫുൾ ഓടാണ് വണ്ടി. 2 വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി പോവാണ്. കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ആ കാർ റിവേഴ്സ് എടുക്കുവാണ്. കണ്ടോ, റിവേഴ്സ് എടുത്ത് അത് മാറ്റി കൊടുത്തിട്ടാണ് ആ ഒരു നമ്മുടെ ലോറി കടന്നു പോകുന്നത്. ലോറിക്കും പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല, കയറ്റമല്ലേ, അത് വീതിയുമില്ല. ഞങ്ങൾ ആ കൊടുമണ്ണെന്ന് കാണിച്ചിരിക്കുന്ന ബോർഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടുള്ള വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. വൈകിട്ടൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ രാവിലെ അതിൽ വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. ഇതേ നോക്കി, നല്ല രസമുണ്ട് കാണാനേ. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഞാനതിൽ റോഡിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങോട്ടങ്ങ് വന്നിട്ടില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലായത്. അടിപൊളി സ്ഥലമാണ്. പ്ലാന്റേഷനിൽ കൂടെ വരുന്ന വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതിലെ കൂടി ഇങ്ങനെ പോവാണ് ജീപ്പൊക്കെ. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലേ? അവിടെ നിന്ന് പറയുമ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങളെ താഴെ ഇറങ്ങിയതാണ്. റോഡൊന്നും ഇല്ല, ഈ മൺപാതയേ ഉള്ളൂ. പഴയൊരു കിണർ ഇവിടെ ആയിട്ട് കാണാമേ. എന്തായാലും അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. വേറെ കാഴ്ചകളൊന്നും ഇല്ല, ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. എന്തായാലും ഭയങ്കര ബ്യൂട്ടിയാണ്. ഇത് കണ്ടല്ലേ, വ്യൂ കണ്ടല്ലേ?
തിരിക്കുവാണേ. പോട്ടെ പോട്ടെ പോട്ടെ, ആനയെ തിരിക്കുന്ന പോലെ. ഇതിലേക്ക് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇതെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. നമ്മൾ അതിലേക്ക് കയറുന്നില്ല. കയറി പോയിട്ട് ഇനി ഇവിടെയൊക്കെ ഫെൻസിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരൊരു അടച്ചെല്ലാം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോയതേ. തിരിച്ചിറങ്ങിയപ്പോൾ മടിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ താഴോട്ടിറങ്ങി വന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ. ഞങ്ങൾ ആ റോഡിലേക്ക് പോവാണ്. പോയിട്ട് നമുക്ക് SN80 കയറുന്നില്ലേ, ഇറങ്ങണം. ആ SN80യുടെ അവിടെ വരെ നമുക്ക് പോകാം. SN80യുടെ വരെ പോയിട്ട് നമുക്ക് നമ്മുടെ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ജസ്റ്റ് പോകുന്നൊരു ഇതിവായിട്ടൊക്കെ പാസ് ചെയ്ത് കൊടുമണ്ണ അടൂരൊക്കെ വരുന്നവർ ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് കാണണം കേട്ടോ. വൈകുന്നേരമൊക്കെയാണ്. പൊളി വൈബാണ്. രാവിലെ വരിക, വലിയ വൈകിട്ട് വരിക. പൊളി സ്ഥലമാണ്. വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. വിമാനത്താവളം തരുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളങ്ങ് പറയും. നമ്മുടെ ആഗ്രഹങ്ങളങ്ങ് പറയുകയാണ്. നമുക്ക് പോകേണ്ട വഴിയുണ്ടല്ലോ, നമുക്ക് പോകേണ്ട വഴി ഇത് ആ ഭാഗത്തേക്കാണ്. അവിടെയാണ് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ആ ഭാഗത്തേക്ക് പോകണം. ഒരു കാര്യം ഉറപ്പാണ്, നല്ല സൈലൻറ്റ് ഏരിയ, അടിപൊളി സൈലൻറ്റ് ഏരിയ ആണ്. നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയൊക്കെ അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു കൊടുമൺ എസ്റ്റേറ്റ്. അപ്പോൾ വരുന്നവരെ ഇപ്പോഴൊക്കെ വരിക. ഇനി ഭാവിയിൽ ഞാൻ പറഞ്ഞിട്ട് വിമാനത്താവളമൊക്കെ വരുവാണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ കയറുന്നതിനൊക്കെ നിയന്ത്രണം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴൊക്കെ വന്ന് കണ്ടിട്ടൊക്കെ പോകും. അവിടെ മറ്റേ പാറമട ഇത് പിടിക്കുന്നുണ്ട്. അവിടെ കുറെ ലോറി കിടപ്പുണ്ടായിരുന്നു, ശ്രദ്ധിച്ചു. നമ്മളാ ലോറി ഏറിയടുത്ത് കിടക്കുന്നില്ലായിരുന്നോ? അവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ അവിടെ ലോറി ഒക്കെ കിടപ്പുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് SN ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടൂര്. ഇത് തേപ്പുപാറയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൊടുമണ്ണ് വിമാനം വരുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ വാർത്തകളിലൊക്കെ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് കയറി അതൊരു വീഡിയോ ആക്കാമെന്ന് വെച്ചു. ഈ കാറ്റടിക്കുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ടല്ലേ? കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റാണ്. നമുക്കപ്പോൾ സംസാരിക്കാൻ പ്രശ്നമുണ്ട്. അപ്പോൾ വാർത്തയിലൊക്കെ എങ്ങനെ കൊടുമണ്ണ് നിറഞ്ഞു നിന്നപ്പോൾ നമ്മളും വന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. അപ്പോൾ പുതിയൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.